മനോഹരമായ ഒരു ഗ്രാമം. അവിടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കുറച്ച് നിഷ്കളങ്കരായ മനുഷ്യർ. അവിടുള്ള പൊതുകിണറിൽ നിന്നും അവർ വെള്ളം കോരി ആ ഗ്രാമം വഴി ഒഴുകുന്ന പുഴയിലെ വെള്ളം കൊണ്ട് കൃഷി ചെയ്ത് കന്നുകാലികളെ വളർത്തി തമ്മിൽ സഹായങ്ങൾ ചെയ്ത് പരമാവധി പുറം ലോകത്തെ ആശ്രയിക്കാതെ ജീവിക്കുന്നവർ. എന്നാൽ ആ ഗ്രാമത്തിന് അപവാദമായി ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാറ്റിനും പിറുപിറുക്കുന്ന, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന, ഒന്നിലും ഒരു സംതൃപ്തിയുമില്ലാത്ത, ഒരു കാരണവുമില്ലാതെ വഴക്കിടുന്ന, വലിഞ്ഞു മുറുകിയ മുഖവും നിരാശ തളം കെട്ടുന്ന കണ്ണുകളും ഉള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എവിടെ ചെന്നാലും അവിടുള്ളവരുടെ കൂടെ സന്തോഷവും സമാധാനവും ഇല്ലാതാകുന്നത് കൊണ്ട് ആരും അദ്ദേഹത്തെ കാണാൻ കൂടെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ടവനായി അയാൾ ജീവിച്ചു. അയാൾക്ക് 70 വയസ്സ് കഴിഞ്ഞ ഒരു ദിവസം ഗ്രാമത്തിലുള്ളവർ ഒരു വാർത്ത കേട്ടു. ആ വൃദ്ധൻ പതിവില്ലാതെ വളരെ സന്തോഷവാനായിരിക്കുന്നു. ഗ്രാമം മുഴുവൻ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കേട്ടവർ അദ്ദേഹത്തെ കാണാനായെത്തി. ആ ഗ്രാമം മുഴുവൻ വൃദ്ധൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു മാറ്റമുണ്ടായി താങ്കൾ സന്തോഷമുള്ളവനായത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു മാലാഖ എൻ്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിച്ചു, ഈ 70 വർഷം ഒരു ദിവസം പോലും നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? ഞാൻ അറിയില്ലെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ മാലാഖ എന്നോട് പറഞ്ഞു, നീ സന്തോഷം കണ്ടെത്താനായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ നീ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തതിനാൽ നിരാശയാണ് ഫലം. ഇനി നീ സന്തോഷത്തിനായി ഒന്നും ചെയ്യാതെ ജീവിതം ആസ്വദിച്ചു നോക്കൂ. സന്തോഷം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ജീവിതം അതായിരിക്കുന്നത് പോലെ ആസ്വദിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഇത്രയും കാലം ഞാൻ തേടി നടന്ന സന്തോഷം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ വന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും നാം ആകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും സന്തോഷിക്കാനാവില്ല. ജയിൽവാസത്തിനിടയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് എഴുതുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഈ ലോകത്തിലെ യാതൊന്നും സ്ഥിരതയുള്ളതല്ല. നേടുന്നതെല്ലാം നിലനിൽക്കണമെന്നില്ല. നേടാത്തതൊന്നും അനുഭവിക്കാൻ കഴിയാതിരിക്കണമെന്നുമില്ല. ഒരുപാട് പണം മുടക്കി വലിയ വീട് പണിതിട്ട് അതിൽ പാർക്കാൻ പലർക്കും കഴിയാതിരിക്കുമ്പോൾ, സ്വന്തമായി ഒരു വീടില്ലാഞ്ഞിട്ടും വാടകയ്ക്കാണെങ്കിലും ആ വലിയ വീട്ടിൽ താമസിക്കുന്നവർ അത് അനുഭവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പിന്നെയും എഴുതുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. ആകുലങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് സ്വതന്ത്രരായി ജീവിതത്തിൽ എന്തുണ്ടോ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. സന്തോഷം നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിറയും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.